ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് ലൈക്ക് ലെസൺസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോകാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ഗൈസ്. അപ്പോൾ പെട്ടെന്നുള്ള പ്ലാൻ ഒന്നും വലിയതൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വേഗം പോയിട്ട് വരാൻ വിചാരിച്ചു. കാരണം ഈ അടുത്തൊരു ലീവ് കിട്ടിയതുകൊണ്ട്, അല്ലാണ്ട് ഇനിയിപ്പോൾ ലീവ് അങ്ങനെ അടുപ്പിച്ച് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു പെട്ടെന്നുള്ളൊരു ട്രിപ്പായിരുന്നു എവിടെയും പോകാമെന്നുള്ളത്. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് വീട്ടിലേക്കാണ്. ഇപ്പോൾ ടൈം 4:37 ആയി. ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഡ്രസ്സ് മാറ്റിയാണ് 5 o'clockനുള്ളിൽ ഇറങ്ങാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പിന്നെ കാർ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഭയങ്കര ഓക്കെ. പിന്നെ അവിടെ എത്തുന്നതിന് മുന്നേ ആയിട്ട് എവിടെയും പുറത്തൊക്കെ ഇറങ്ങിയാൽ ഞാൻ വീഡിയോ എടുക്കും. കേസ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ പപ്പൻ്റെ കേസ് അയ്യോ പപ്പനെ കാണില്ല, വിളിച്ചില്ലേ കേസ്. പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അമ്മ വന്നിട്ടില്ല. ഞാൻ മെല്ലെ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആരും നീച്ചിട്ട് കേസ് 2-3 വീട്ടിൽ മാത്രമല്ലായിട്ടുള്ളൂ. ഞാൻ അധികം വെച്ചാൽ ഞാൻ അവരെല്ലാവരും കൂടി തല്ലും. അപ്പം അമ്മേനെ വെയിറ്റ് ചെയ്യാം കേസ്. ഞാൻ ഈ ബാഗൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ പോണ വഴി ഞാൻ ഓരോ ക്ലിപ്പായിട്ട് എടുക്കുന്നത്. പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ എണീറ്റു. ഇപ്പോൾ കൂടല്ലൂർ ആ ഭാഗത്തേക്ക് എത്താനായിട്ട്. അപ്പോൾ പോണ വഴി ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോവാൻ കഴിയും. അപ്പോൾ ഇനി ഒരു 1 hour and 30 minutes കൂടി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇറങ്ങട്ടെ കേസ്. ഇപ്പോൾ അപ്പുറത്തേക്ക് നല്ല തണുത്ത കാറ്റ് കേസ്. കുറേ നേരം ഇരുന്ന്. ഇതിപ്പോൾ ഏതാ സ്ഥലം പപ്പ? ഗൂഡല്ലൂർ എത്തി. ഞാൻ നേരത്തെ പറഞ്ഞ വെറുതെ പറഞ്ഞതാട്ടോ കേസ്. അറിയില്ല. അപ്പോൾ ഞാനൊരു ഊഹത്തിൽ പറഞ്ഞതാണ് ഗൂഡല്ലൂർ എത്താനായി. ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ പോട്ടെ. ഫുഡ് കഴിക്കട്ടെ. കൈ കഴുകാൻ വന്നതാണ്. ഐസ് വേറുണ്ട് ഐസ് വെള്ളം. കൂട്ടി കിട്ടിയിട്ടില്ല ഐസ്. തണുപ്പുണ്ട്. ഞാൻ ഫുഡ് കഴിട്ടതിൻ്റെ ഭാഗ്യം. അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ ഗൂഡല്ലൂരാണ്. കൂട്ടി കിട്ടിയിട്ടില്ല. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഊട്ടി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ മരത്തിന് എന്താ പറയുക, യൂക്കാലി, ആ മരത്തിൻ്റെ അവിടെ ഇങ്ങനെ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഗൈസ്. ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ട് ചെറുതായിട്ടൊക്കെ. പപ്പയുണ്ട് ഗൈസ്. പപ്പയാണ് ഫോട്ടോഗ്രാഫർ. നല്ല രസമുണ്ട് ഗൈസ്. ഈ ക്ലൈമറ്റ് ഭയങ്കര മാച്ചായിട്ടുള്ള ക്ലൈമറ്റ് ആയിട്ട് ഞങ്ങൾ വന്നത്. എന്ത് രസമാണെന്ന് അറിയാം ഇവിടെ കാണാൻ. നമ്മളെ വാട്ടർഫോൾ. ഞാൻ അട്ടം നോക്കി പോയിട്ട് ഇപ്പോൾ വീണേനെ ഗൈസ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഫൈൻ ഫോറസ്റ്റ്. ഫൈൻ ഫോറസ്റ്റിലെ ഒരു മരത്തിന് നമുക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ കുറേ ഇങ്ങനത്തെ കുറേ മുറിച്ച മരങ്ങളുണ്ട്. അതിൻ്റെ മുകളിലാണ് ഞാൻ അത്ര നേരം ഇരിക്കുന്നത്. എനിക്കാണെങ്കിൽ കാറ്റോട്ട് നിൽക്കാൻ വയ്യ. അതോ അമ്മയും പപ്പൊക്കെ ഇന്നും കൂട്ടാണ്ട് വയ്ക്കും. കാലൊടുക്കി. ഇതാണ് കേസ് പൈൻ ഫോറസ്റ്റിൻ്റെ ആ ഒരു കായ ഫ്രൂട്ട്.
അപ്പോൾ ഇവിടെ ഭയങ്കര കാറ്റുണ്ട് ഗൈസ്. പൈൻ ഫോറസ്റ്റ് നിങ്ങൾ ഊട്ടി വരികയാണെങ്കിൽ പൈൻ ഫോറസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. കാരണം ഭയങ്കര പീസായിട്ട് ഭയങ്കര എന്താ പറയുക ഭയങ്കര കാറ്റാണ്. പ്രത്യേകിച്ച് അതാണ് ഇവിടെ. അതിൻ്റെ മുടിയൊക്കെ പറക്കണം ഗൈസ്. ബാക്കിലാണ് പൈൻ ഫോറസ്റ്റ്. ഞാൻ കാറ്റിൻ്റെ മുടി ആക്കൂടെ ഒരു സ്ഥലത്ത് ഞങ്ങളിപ്പോൾ അവിടെ പൈൻ ഫോറസ്റ്റിൽ നിന്ന് നേരെ വന്നത് ഇവിടെ ഊട്ടിയിൽ എത്താനായ ആ ഒരു സ്ഥലത്തുള്ളൊരു നെസ്റ്റ് ആൻഡ് മിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഫേ ബേക്കറി അങ്ങനത്തെ ഒരു സംഭവത്തിലേക്കാണ്. ഇവിടെ നല്ല തിരക്കാണ് ഗൈസ്. ഇവിടുത്തെ സാധനം ഒരു വട്ടം കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പോയത് ഞാൻ ഇവിടെ വാങ്ങിച്ചത് ഒരു ഹണി കേക്കാണ്. ഇത് ഇവിടുത്തെ ബൺ എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഞങ്ങൾ ഒരു ഡോണറ്റും കേക്കും ഒക്കെ കഴിച്ച് ഇപ്പോൾ കാറ് കയറി ഞങ്ങൾ റൂമുള്ള സ്ഥലത്തേക്ക് പോകും. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂമിലേക്കാണ്. റൂമിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ ഇപ്പം നമുക്ക് നേരെ റൂമിലേക്ക് പോകാം. റൂമിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ നിൽക്കുന്ന ഇവിടുത്തെ ലേക്കിന് ഒരു ഓപ്പോസിറ്റുള്ള ഗ്രീൻ വാലി എന്ന് പറഞ്ഞൊരു ഇതാണ്. അപ്പുറത്തെ ലേക്കാണ്. അപ്പോൾ നമ്മൾ റൂമും മുകളിലാണ്. മുകളിലേക്ക് പോകാം. സ്റ്റെപ്പ് കയറി അയ്യോ നല്ല റൂം ഗൈസ്. കാരണം ഇവിടെ നിന്ന് ബാക്കി നമുക്ക് റൂമിൽ ഇരുന്ന് ചിലപ്പോൾ രാത്രി ലേക്ക് കാണുമെന്ന് വന്നു കഴിഞ്ഞാൽ ജനലിൽ കൂടെ നമുക്ക് ലേക്ക് കാണാൻ പറ്റും ഗൈസ്. കണ്ടോ ലേക്കാണ് ഗൈസ് ബാക്കിൽ കാണുന്നത്. ഒരു ടി വി ഉണ്ട്, പിന്നൊരു മിററുണ്ട് ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഇതേ ഹോട്ടലിൽ നിന്ന് വേറെ റൂം മുകളിൽ അപ്പുറത്തെ സൈഡിലുള്ള റൂമിലാണ് നിന്നത്. ഈ റൂമും കുഴപ്പമില്ല. സ്റ്റെപ്പ് കയറി കിതയ്ക്കണോ റൂമെന്നുള്ളത് ബസ്സാട്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. അത്യാവശ്യം നല്ല റൂമാണ് ഗൈസ്. എന്തായാലും നല്ല റൂം കിട്ടിയതുകൊണ്ട് സമാധാനമായി ഗൈസ്. അയ്യോ ഞാൻ ഡ്രസ്സ് മാറ്റി. ആ ഡ്രസ്സ് ഇപ്പോൾ ഞാൻ ആ ഡ്രസ്സിൽ കുറച്ച് ഫോട്ടോസ് കുറേ കുറേ ഫോട്ടോസ് എടുത്തുകൊണ്ട് ഞാൻ ആ ഡ്രസ്സ് മാറ്റി. ഒരു ജീൻസ് ഡെനിമിൻ്റെ ജാക്കറ്റ്, ആ പാൻറ് ഇങ്ങനെ. അപ്പോൾ ഞങ്ങളിനി പുറത്ത് ഫുഡ് കഴിക്കാൻ പോകട്ടെ. ഉച്ചയായിട്ടുണ്ട്, ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകട്ടെ. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ഊട്ടിയിൽ തണുപ്പുണ്ടെങ്കിലും വെയിലുണ്ട്. അങ്ങനെയല്ല, വെയിലുണ്ടെങ്കിലും തണുപ്പുണ്ട്. അതാണ് ഉദ്ദേശിച്ചത്. ഇന്ത്യൻ ഫ്ലാഗ് പ്ലാൻ അട്ട ഫ്ലോപ്പായി ഗൈസ്. കാരണം ഇവിടെ ഇപ്പോൾ ലീവ് ആയതുകൊണ്ട് തന്നെ ഫുൾ ആൾക്കാർ ഊട്ടിയിലാണ്. അതുകൊണ്ട് നല്ല തിരക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ടിക്കറ്റ് കിട്ടുമെന്നൊരു ഡൗട്ട് ഉണ്ട്. ഇവർ പറഞ്ഞു ഫുള്ളായി എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ നേരത്തെ പ്ലാൻ ഫ്ലോപ്പ് ആയതുകൊണ്ട് ഞങ്ങൾ ബോട്ടണിക്കൽ ഗാർഡൻ്റെ അവിടേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ബോട്ടണിക്കൽ ഗാർഡൻ്റെ അവിടെ എത്തിയിട്ട് അപ്പോൾ പാർക്കിങ്ങിന് വണ്ടി പാർക്ക് ചെയ്യാൻ പോയപ്പോൾ ഞങ്ങളെ ഇറക്കിയിട്ടാണ് പോയത്. ഞങ്ങൾ ഇറക്കിയിട്ട് ഇങ്ങനെ നേരെ വന്ന് നിൽക്കുന്ന ഒരു വൈറലായ ഒരു ഷോപ്പുണ്ട്. മോഡീസാണോ എനിക്ക് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എനിക്കറിയില്ല. മോഡീസ് അതിൻ്റെ ആ ഒരു ചോക്ലേറ്റ് ഷോപ്പാണ്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾ വന്നത്. ഇതിപ്പോൾ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പാണ് ചോക്ലേറ്റിൻ്റെ. സാധനം വാങ്ങിയ ഐസ് കേക്ക്. ഞങ്ങൾ ഒരു ചോക്ലേറ്റ് കേക്ക് വാങ്ങിച്ച് പോവാം. ഞങ്ങൾ മോദീസിന് ഒരു ചോക്ലേറ്റ് കേക്കും വാങ്ങിയ അപ്പുറത്തെ സൂപ്പർ മാർക്കറ്റിൽ ഒരു ക്യാൻഡി വാങ്ങിച്ച് അടുത്ത സ്ഥലത്തേക്ക് ഷോപ്പിങ്ങിന് വേണ്ടി പോകുന്നത്. നടക്കാൻ നല്ല രസമുണ്ട്. കാരണം ചൂടില്ലാത്തതുകൊണ്ട് നല്ല തണുപ്പത്ത് ഞാൻ നടക്കാൻ പറ്റും. ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് ഇങ്ങനെ സാധനങ്ങൾ ഓരോ കടയിൽ നിന്നായിട്ട് ഇങ്ങനെ വാങ്ങിച്ചു. കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ അതിനിടയിൽ ചെറുതായിട്ട് വിശന്നപ്പോൾ കേക്ക് കഴിക്കാൻ വിചാരിച്ചു.
ഞങ്ങൾ അവിടുന്ന് ചോക്ലേറ്റ് കേക്ക് വാങ്ങിച്ച് അത് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ഞങ്ങൾ പോയിട്ട് അവിടുന്ന് ആ ചോക്ലേറ്റ് കേക്കും പിന്നെ അല്ല ഇപ്പോൾ ഒരു പുതിയ സാധനം വാങ്ങിച്ചത്. ഇതാണ് ഹോട്ട് ചോക്ലേറ്റ് കേക്ക്. ഒന്ന് തുറന്നുതരോ കുടിച്ചോക്കാൻ. കറക്റ്റ് ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയ സംഭവമാണ്. ടേസ്റ്റ് മേടിച്ച് ഈ തണുപ്പത്ത് കുടിക്കാൻ. അപ്പോൾ ഞങ്ങൾ ബോട്ടാണിക്കൽ ഗാർഡൻ്റെ അങ്ങോട്ട് പോവാണ്. ഫൈനലി വി റീച്ച്ഡ് ബോട്ടാണിക്കൽ ഗാർഡൻ. ഈ മോദി സ്കൂളിൽ ഞാൻ പിടിക്കുക, കാരണം ഞാൻ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലം തപ്പാണ്, ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലം. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഫൈനലി ഇവിടെ ഒരു സ്ഥലം കിട്ടിപ്പോയിരുന്നു. ഫൈനലി നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കുന്നു. ഫൈനലി അപ്പോൾ നമുക്ക് കുടിച്ചോ. ഇത് ഒറിജിനൽ ചോക്ലേറ്റ് ആണ്. അതാണ് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ഒരു കൊറിയൻ്റെ ഒരു മിഠായിയാണ് ഗൈസ്. ഇതെന്താ സംഭവം എനിക്കറിയാം. ഒരു ലിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ഗൈസ് നമുക്ക് ഈ ഒരു മിഠായി, ഇതാണ് ഒരു ലിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിഠായിയാണിത്. വേണ്ടേ അൺബോക്സിങ് വീഡിയോ എന്താ സംഭവം ഒന്നും എനിക്കറിയില്ല. അങ്ങനെ സംഭവം മിഠായി പൊള്ളിച്ചാൽ ഞാൻ ലിപ്സ്റ്റിക്ക് വരും. അങ്ങനൊരു മിഠായി, ഇങ്ങനൊരു മിഠായി ഞാനായി. ഇതാണ് മിഠായി. ഞാൻ പൊന്തിക്കുമ്പോൾ പൊന്തി വരും. ആ പൊന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ തളർത്താൻ മതി. പിന്നെ ഞാൻ ഡ്രസ്സ് മാറ്റി, കാരണം എനിക്ക് നന്നായിട്ട് തണുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ജാക്കറ്റ് ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ഈ ഒരു ജാക്കറ്റ് അപ്പോൾ ഒരു നല്ലൊരു ഡ്രസ്സല്ലേ. അപ്പോൾ ഞങ്ങളിപ്പോൾ റോസ് ഗാർഡനിൽ കയറാമെന്ന് വിചാരിച്ചു വന്നു. അപ്പോഴേക്കും ഇവിടെ ഏകദേശം ക്ലോസ് ആവാനായി. അപ്പോൾ ഞങ്ങളിനി കയറുന്നില്ല വിചാരിച്ച് പോവുകയാണ്. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ റൂമിൽ പോയി സാധനങ്ങളൊക്കെ നേരത്തെ വാങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ടായി വെച്ച് പിന്നെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളിപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഒരു കിലോമീറ്റർ കുറേ നേരം നടന്നിട്ടാണ് ഒരു ഹോട്ടലിൽ നല്ലത് കിട്ടിയത്. ഇതിപ്പോൾ ഒരു ബ്ലൂ ഹിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ്. ഞങ്ങൾ കറി വാങ്ങിച്ചിട്ടുള്ളത് കഴിക്കട്ടെ വേഗം. അപ്പോൾ ശരി ഗൈസ്, ശുഭരാത്രി.